സ്റ്റുഡൻറ്റ് ഹെൽപ്പർ എ ഐ ഈ പ്രൊജക്റ്റ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്തിയതെന്ന് വെച്ചാൽ എ ഐ പഠിക്കുന്ന ഭാഗമായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് സോഷ്യൽ റെലവൻസ് ഉണ്ടാവുന്ന ഒരു പ്രൊജക്റ്റ്, കാരണം ഒരു പ്രൊജക്റ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ എൻ്റെ കാര്യങ്ങൾ എഐനെ പറ്റി പഠിക്കാൻ പറ്റുക. അതായത് എന്ത് പഠിക്കുന്ന സമയത്തും ഒരു പ്രൊജക്റ്റ്, അതായത് അൾട്ടിമേറ്റ് ഒരു ഗോൾ ഉണ്ടാവും നമ്മൾ എത്തേണ്ടത്, അതുണ്ടാകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ എടുത്തൊരു പ്രൊജക്റ്റാണ് സ്റ്റുഡൻറ്റ് ഹെൽപ്പർ എ ഐ. നമുക്ക് LLMനെ പറ്റി പഠിക്കാനും വോയിസ് മോഡൽസിനെ പറ്റി പഠിക്കാനും അതെങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണമെന്ന് പഠിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമുക്ക് സിസ്റ്റമൈസ്ഡ് ഉള്ള ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു എ ഐ മോഡൽസ് അല്ലെങ്കിൽ ഒരു LLM ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഭാഗം, ഒരു നീഷ് എടുത്തു. അങ്ങനെ സ്റ്റുഡൻസിന് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ HSC CBSE ഈ ടെക്സ്റ്റ് ബുക്ക് ഡാറ്റയൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു LLM മോഡൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള പ്രൊജക്റ്റാണ് നമ്മൾ ഏറ്റെടുത്തത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ LLM മോഡൽസിനെ നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ അതിന് അവർക്ക് എൻഗേജ് ആവുന്ന രീതിയിൽ ഒരു വോയിസ് മോഡൽ കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഗ്രാഫിക്കലി സ്റ്റുഡൻസിന് ഒരു വിഷ്വൽ രീതിയിൽ കാണിക്കുമ്പോഴായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി കാണിക്കണ ഒരു ടൂളും കൂടി യൂസ് ചെയ്തിട്ട് ഗ്രാഫിക്കലി കാണിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എത്തിയിട്ടുള്ളത്. ഈ പ്രൊജക്റ്റിന് നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് പഠിക്കുന്ന ഭാഗമായിട്ട് ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് ഇറക്കുക, BTL കുറച്ച് സ്റ്റുഡൻസിനെ ഇതിൽ കയറ്റിയിട്ട് എങ്ങനെയുണ്ട് ഇത് നോക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനീഷ്യലി ഒരു LLM മോഡ് നമ്മൾ സിസ്റ്റത്തിൽ ലോക്കലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒലാമ റൺ ചെയ്തു സിസ്റ്റത്തിൽ. എന്നിട്ട് നമ്മൾ ലാമ 3.2 ആണ് നമ്മൾ യൂസ് ചെയ്ത ലാർജ് ലാംഗ്വേജ് മോഡൽ. അത് നമ്മൾ ഒലാമ വെച്ചിട്ട് നമ്മൾ ലോക്കലി റൺ ചെയ്തു. സോ അറ്റ് ദ ബിഗിനിങ് നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ടെർമിനൽ ത്രൂ ആണ് ഇതിൻ്റെ റെസ്പോൺസും പെർഫോമൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിന്. അപ്പോൾ അതിനൊരു യൂസർ ഇൻ്റർഫേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ പൈത്തോൺ കോഡിലോട്ട് കൺവേർട്ട് ചെയ്തു. പൈത്തോണിൽ നമ്മൾ സ്ട്രീംലിറ്റ് ലൈബ്രറി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ നിലവിലുള്ള ChatGPT DeepSeek പോലത്തെ ഒക്കെ ഒരു UX ഇൻ്റർഫേസ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓൺ ഡാറ്റ വെച്ചിട്ട് എങ്ങനെ ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിനെ ട്യൂൺ ചെയ്യാന്നുള്ള പ്രോസസ്സ്, അതായത് ഫൈൻ ട്യൂണിങ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ നോക്കി. ദെൻ നമ്മളൊരു പ്രൊഡക്ഷൻ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ, ഈ ഡാറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, പിന്നെ അത് ഔട്ട്പുട്ടായിട്ട് തരുന്നു, ഇതൊക്കെ സെർവറിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതിന് നമുക്ക് എന്തെങ്കിലും REST API ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് API യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ REST APIക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കി. ദെൻ നമ്മൾ ലാമ 3.2 പറഞ്ഞാൽ LLMനെ ട്രെയിൻ ചെയ്ത സെയിം ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഒരു പുതിയൊരു വോയിസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ലോക്കലി നമ്മൾ റൺ ചെയ്ത് നോക്കി നമ്മുടെ സിസ്റ്റത്തിൽ. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ വോയിസ് മോഡലിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നമുക്ക് ഒരു ഇമേജ് ജനറേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സോ അത് ഒരു ചെറിയ രീതിയിൽ മതി. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് കുറേ ഡയഗ്രാംസ്, ചാർട്ട്, ചില ഫോട്ടോ മീൻസ് നമ്മൾ എക്സാംസിനൊക്കെ എഴുതുന്ന രീതിയിലുള്ള കുറച്ച് ഇമേജും കാര്യം ജനറേറ്റ് ചെയ്യണ ഒരു മോഡൽ. അത് മേ ബി നമുക്കൊരു പൈത്തണിൻ്റെ ഇതിൽ ലൈബ്രറി വെച്ചിട്ട് നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. മറ്റൊരു സംഭവം എന്താ വെച്ചാൽ വീഡിയോ ജനറേഷൻ ഇതുപോലത്തെ ആ ഒരു കാര്യം നമുക്ക് അടുത്ത് നോക്കാണ്ട് ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം, ഫൈനലല്ല അതിന് മുമ്പ് വേറെ ഒന്നുമില്ല, സ്റ്റുഡൻസിനെ ഒന്നുകൂടി എൻഗേജ് ചെയ്തിട്ട് അതില്ലെങ്കിൽ ഒന്നുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് ലേൺ ചെയ്യിക്കുന്ന ഒരു മെത്തേഡ്, അതായത് ഗെയിം മോഡൽ, ഒരു ഗെയിം മോഡൽ, അതുപോലെ മോക്ക് ടെസ്റ്റ്, അതേപോലെ ക്യൂസസ്, ഈ ഒരു രീതിയിൽ ലേൺ ചെയ്യിക്കുന്ന കുറച്ച് മെത്തേഡ് അതുകൂടി കൊണ്ടുവരണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യുക, അത് എങ്ങനെ കൊണ്ടുവരാന്നുള്ള അതുകൂടി നമ്മൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ വെബ്സൈറ്റ് നമ്മളിത് ബിൽഡ് ചെയ്തു. അതായത് ഇതിൻ്റെ ഫ്രണ്ട് എൻഡ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫ്രണ്ട് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ Next.js വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. സോ അതിൽ നമ്മൾ ആ ഒരു വർക്ക് സ്പേസ് ഡിസൈൻ ചെയ്ത്, അതേപോലെ നമ്മൾ കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ്, ഇത് രണ്ടും പാടെ നമ്മളത് വെച്ചിട്ട് ബിൽഡ് ചെയ്തു. Next.js നമ്മൾ യൂസ് ചെയ്തത്. ദെൻ അറ്റ് ദ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഫ്രണ്ട് എൻഡായി ബാക്ക് എൻഡായി ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സായിരിക്കും. അതോടുകൂടി നമ്മളെ പ്രൊഡക്റ്റ് കലാസ്. എടെക്കിന് വലിയൊരു ഭാവി തന്നെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഏകദേശം $10.4 ബില്യൺ ആണ് എടെക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വെറും
20% കുട്ടികൾ മാത്രമാണ് ഇന്ന് എഡ്ടെക് യൂസ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 20% എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ നോക്കണം, ഏകദേശം $10.4 ബില്യൺ ആയി. എന്നാൽ 2030 ആകുമ്പോഴേക്കും ഇത് പ്രൊജക്റ്റ് ചെയ്യണ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് $30 ബില്യൺ ആണ്. എന്നാൽ ഇതിൽ നമ്മൾ AI കൂടി ഇംപ്ലിമെൻ്റ് ചെയ്താലോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹ്യൂജ് ഇമ്പാക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2030 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ്ടെക്കിനെ AI കൂടി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, നമുക്ക് അനലിറ്റിക്സ്, ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള അനലിറ്റിക്സ്, കുട്ടികൾ എത്ര രീതിയിൽ പഠിക്കുന്നുണ്ട്, എങ്ങനെ പഠിക്കുന്നുണ്ട്, കുട്ടികളെ ഏത് മേഖലയിലാണ് കൂടുതൽ ഉന്നതിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മാത്സ് ആണോ സയൻസ് ആണോ, ഇവരെ ഏത് രൂപത്തിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അനലിറ്റിക്സ് നമുക്ക് പൂർണ്ണ രീതിയിൽ തരാൻ ഈ ഒരു AI യൂസ് ചെയ്തിട്ട് നമുക്ക് സാധിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠന നിലവാരം, അനലിറ്റിക്സ് കൊണ്ട് തന്നെ പഠന നിലവാരം, കുട്ടി പഠിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ ഏത് വിഷയത്തിലാണ് വീക്ക്, ഒരു അഡാപ്റ്റീവ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. കുട്ടി ഇപ്പോൾ ഒരു മാത്സിൽ പ്രോബ്ലം ചെയ്യണം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻ്റഗ്രേഷനിൽ കുട്ടി വീക്കാണ്. ആ ഇൻ്റഗ്രേഷൻ്റെ ബേസിക്സ് മുതൽ ആ കുട്ടീനെ അഡ്വാൻസ് ലെവലിൽ എത്തിക്കണ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു AI യൂസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമുക്ക് തന്നെ നമ്മളിപ്പോൾ പിൻകാലങ്ങളിൽ നമ്മളൊക്കെ പഠിച്ചു വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓരോ വിഷയം ഓരോരുത്തർക്കും ടഫ് ആയിരിക്കും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമുക്ക് ചോദിക്കാനും ഇപ്പോൾ സാറിനോട് ഇപ്പോൾ ചോദിക്കാനും കാര്യങ്ങളൊക്കെ മടി ആയിരിക്കും. എന്നാൽ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നുള്ള രൂപത്തിലോട്ട് നമ്മളിത് വരുമ്പോൾ നമുക്കിത് ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളെ പേഴ്സണലി അസിസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈവൻ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറയാം, ഒരു ഗുണനം അറിയില്ല, പക്ഷേ നമുക്ക് ഒരാളോട് ചോദിക്കപ്പോൾ ഈവൻ നമ്മൾ ടീച്ചറോട് അടക്കം ചോദിക്കാൻ നമുക്ക് മടി ഉണ്ടായിരിക്കും. പക്ഷേ AI വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും ആ ഒരു മടിൻ്റെ ഒരു സാധ്യത അവിടെ വരുന്നില്ല. അപ്പോൾ ഇതിലോട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് സ്റ്റുഡൻറ്റ് ഹെൽപ്പർ AI നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.